കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് ഒരു വേഗക്കുറവുണ്ടോ? പല മേഖലകളിലും സമരരംഗത്ത് ഡിവൈഎഫ്ഐ അത്ര പോലും യൂത്ത് കോൺഗ്രസിനെ കാണാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഫ്രഷ് കട്ട് സ്ഥലത്തുന്നു, ഇത്ര ജനകീയമായ ഒരു സമരം നടത്തുന്നു, അത്ര വലിയൊരു നാട്ടുകാർ വലിയൊരു ട്രോമയിൽ നിൽക്കുന്നു. അവിടെ ജനകീയ സമരങ്ങളൊന്നും യൂത്ത് കോൺഗ്രസിനെ എവിടെയും കാണുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കലാട്ട് ഉൾപ്പെടെ എൻ്റെ കൂടെ പ്രസ് മീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ടിന്റെ വിഷയത്തിലും ജില്ലാ കമ്മിറ്റി കൂടുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തായാലുമുള്ള ഇടപെടലുണ്ടാകും. ഞാൻ ഫ്രഷ് കട്ട് ആ വിഷയം ഇപ്പോൾ ഇന്നത്തെ മലയാള മനോരമയിലെ 1-ാം പേജിലെ വാർത്ത ആ ഫ്രഷ് കട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ സ്കൂളിൽ 60 കുട്ടികളുള്ള ക്ലാസ്സിൽ 5 കുട്ടികൾ പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എത്തുന്നില്ല. ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു നാടിനുണ്ടാക്കുന്ന അവിടുത്തെ ജലത്തെ, അവിടുത്തെ വായുവിനെ, അവിടുത്തെ മണ്ണിനെ ഒക്കെ കവർന്നെടുക്കുന്ന കാഴ്ച ഒരു ഭാഗത്തുണ്ട്. അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സാഹചര്യം വളരെ മോശമാണ്. അതോടൊപ്പം അന്ന് നടന്ന അക്രമം, ഞങ്ങൾ ഒരു അക്രമങ്ങളെയും ന്യായീകരിക്കുന്നില്ല, പക്ഷേ അക്രമത്തിന്റെ പേരിൽ പോലീസിന്റെ നടപടി അതെല്ലാവരെയും വേട്ടയാടുന്ന പോലെയാണ്. അപ്പൊ അക്രമം ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ നടപടി എന്നതിനപ്പുറത്തേക്ക് സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളെ പോലും ഇനി നാട്ടിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥയിലുള്ള നടപടിയൊക്കെ ഉണ്ട്. പോലീസ് അത് തിരുത്തണം. അവിടെ എന്താണോ ജനങ്ങൾക്ക് ജീവിക്കാൻ, അവിടെ കക്ഷി രാഷ്ട്രീയമില്ലല്ലോ. അവിടെ CPM-ഓ BJP-യോ കോൺഗ്രസോ ലീഗോ എന്നതല്ല, എല്ലാ ജനങ്ങളുമുണ്ട്. നമ്മൾ അവിടേക്ക് പോയാൽ നമ്മൾക്ക് മൂക്ക് പൊത്താതെ അതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ അതൊരു ജനകീയ വിഷയമാണ്. ആ ജനകീയ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇടപെടലിൽ ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റും MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കളക്ടറേറ്റിൽ ആ യോഗമാണ്. യൂത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഘടനാ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മുമ്പോട്ട് പോകും, സമരങ്ങളുമായി പോകും. കോൺഗ്രസിന്റെ ചില നേതാക്കൾക്ക് ഫ്രഷ് കട്ട് വെച്ച് അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് ഇല്ലാത്തതെന്നൊരു ആരോപണമുണ്ട്. ഒക്കെ ആരോപണങ്ങൾ നേരത്തെ ഡയറക്ടറായിട്ട് സിദ്ദിഖിന്റെ വൈഫ് ഉണ്ടായിരുന്നുള്ള രേഖകളോടുകൂടി തെളിഞ്ഞാണ് ഈയിടെയാണ് അത് മാറിയത്. മുൻപ് KM ഷാജിന്റെയും ഇതേപോലെ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടൊരു സോഫ്റ്റ് കോർണർ നേരത്തെ തന്നെ ആ സമരം 5 കൊല്ലമായിരുന്നു. അപ്പം അഭിജിത്ത് സിൻസിയറായിട്ട് അതിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പല നേതാക്കളുടെയും ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള സമീപനം കണ്ടില്ല. അല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MP, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയൊരു ആരോപണം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയൊരു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ജനങ്ങൾക്കൊപ്പമാണ്, അവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഏതെങ്കിലും 1-2 ആളുകളല്ല. നോക്ക്, നിങ്ങൾ ഒരു ഭരണകൂടം ആകെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ലോബി ഒന്നിച്ച് ആ ഫ്രഷ് കട്ടിനൊപ്പമാണ് എന്ന് തോന്നുന്ന നടപടികളാണ് പലപ്പോഴും കാണുന്നത്. കാരണം വലിയ ജനകീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ജനങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന് ചില സ്ഥാപനത്തോട് മറ്റെവിടെയും കാണാത്ത പോലെ ചില സ്ഥാപനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച അധികാരികളിൽ നിന്ന് കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ ചില മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അല്ലാതെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും, കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ലീഗിന്റെയോ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ആ ജനങ്ങൾക്കൊപ്പം തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഇന്നത്തെ സർവകക്ഷി യോഗത്തിലേക്ക് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികളോ സമരസമിതി ഭാരവാഹികളോ ക്ഷണിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടത് കളക്ടറാണല്ലോ. എന്തുകൊണ്ട് വിളിച്ചിട്ടില്ല എന്നിപ്പോൾ എന്തായാലും ഇന്ന് DCC പ്രസിഡന്റും അതേപോലെ MP-യും ലീഗിന്റെ പ്രസിഡന്റും ബഹുമാനപ്പെട്ട CPM നേതാക്കളും ബഹുമാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ സംഘടനാ ജില്ലാ നേതാക്കൾ പോകുമ്പോൾ അവരാ ജനങ്ങളുടെ ഒരു വികാരത്തെ അവർ ചൂണ്ടിക്കാണിക്കില്ല. അവിടെ എന്തായാലും അതിന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലല്ല, അവിടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ DYFIയുടെ നേതാവ് അവിടെ ആ ദിവസങ്ങളിലാണ് സമരത്തിലുണ്ടായത്. അതിന്റെ കുറെ മാസങ്ങൾക്ക് മുൻപേ സമരമുണ്ട്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രാദേശികമായിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും രാഷ്ട്രീയമുള്ളവരുടെയും ഇല്ലാത്തവരുടെ ഒക്കെ പ്രതിനിധികളാണ്, ജനങ്ങളാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ അതിൽ DYFI പ്രവർത്തകർ മാത്രമല്ല പ്രതികൾ, എല്ലാവരും പ്രതികളാണ്. അവിടെ എല്ലാവരും അത് ജനകീയ സമരമാണ്. ആ ജനകീയ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇപ്പം ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നേതാക്കളുടെ എല്ലാം സാന്നിധ്യമുണ്ട്. അത് കുറച്ചുകൂടി ഗൗരവത്തിൽ അവർ ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ശബ്ദം നേതാക്കളുടെ മുൻപിൽ അവതരിപ്പിക്കും. അത് ആ താമരശ്ശേരിയിലെ ജനങ്ങളെ ഒറ്റയ്ക്ക് വിടാനോ അവരുടെ ഈ ഒരു പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ അവരെ തള്ളി പറയാനോ ഞങ്ങളില്ല. അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു സ്ഥാപനം കൊണ്ട്. ആ സ്ഥാപനം തിരുത്തണം. അവർ സ്വാഭാവികമായിട്ട് അധികാരവർഗം അവിടെ പോയി കൃത്യമായ പരിശോധന നടത്തി, വെറുതെ അവിടേക്ക് നമ്മൾക്ക് പോയാൽ അറിയാം സ്ഥലം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
അത് അധികാരികൾ നടപടിയെടുക്കണ്ടേ? നടപടിയെടുക്കുന്നില്ലെങ്കിൽ ആ അധികാരികൾക്ക് അതിലെന്തോ താല്പര്യമുണ്ടോ? അങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ആ ജനങ്ങളെ, അതായത് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ജനങ്ങളെ ഒറ്റുകൊടുക്കാനാണ് അവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇത് രാഷ്ട്രീയമല്ല, അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ അവരെ തുറന്നു കാണിക്കാനും അവർക്കെതിരെ കൂടി സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് മുൻപന്തിയിൽ ഉണ്ടാകും.